ചുണ്ടത്തെന്തോ ഒരു കറുപ്പ് സാധനമുണ്ട്, കയ്യിലൊരു വത്തക്കയുണ്ട്, അത് വിതുങ്ങുന്നു, വെള്ളം കുടിക്കുന്നു, അതുപോലെ തന്നെ വത്തക്ക എടുത്ത് കഴിക്കുന്നു. ശേഷം എന്താണ് സിനിമാറ്റിക് സ്റ്റൈലിൽ ലൈറ്റർ എടുക്കുന്നു, സിഗരറ്റ് കത്തിക്കുന്നു എന്നിട്ടുള്ള ഭാഗമാണ് കേട്ടോ നിങ്ങൾ കാണേണ്ടത്. ഇതാ നോക്കിയേ. യോ അപ്പോൾ ഗായ്സ്, കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ട് കറങ്ങിക്കളിക്കുകയും നല്ല രീതിക്ക് പരാമർശങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. ഇത് പോസ്റ്റ് ചെയ്തത് ഷാജഹാൻ ആക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ ഒരു റീൽസ് ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. ഏതാണ്ട് അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഒരു 6 ലക്ഷം ആൾക്കാരിൽ മുകളിലുള്ള ആൾക്കാർ കണ്ടു ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ താഴത്ത് തന്നെ അതായത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു റംലാൻ മാസം, അതായത് പുണ്യമാസമായിട്ട് ആരാധിക്കപ്പെടുന്ന ഈ ഒരു റംലാൻ മാസത്തിൽ ഈ ഒരു നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യത്തിനെയാണ് ഇത്തരത്തിൽ വീഡിയോയിൽ ചിത്രീകരിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മുസ്ലിംസ് മാത്രമല്ല പല മതത്തിൽ പെടുന്നത്, അതായത് നമ്മുടെ ഇപ്പോൾ ഹിന്ദു കാസ്റ്റിൽ പോലും പെടുന്ന ആൾക്കാർ വരെ അതിൻ്റെ അടിയിൽ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള കമൻസ് ആണ് എഴുതിയിട്ടുള്ളത്. അതായത് ഈ ഒരു പുണ്യമാസമായിട്ടുള്ള റംലാൻ മാസത്തിനെ അപമാനിച്ചു എന്നുള്ളൊരു കാര്യം. ഇപ്പം ബേസിക്കലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏത് മതത്തിലും അല്ലെങ്കിൽ ഏത് ഭാഷയിൽ പെടുന്ന ആൾക്കാരായാലും എല്ലാവർക്കും എന്താ പറയുക മിസ്റ്റേക്കുകളുണ്ട്. ഇപ്പം ഹിന്ദുവിലാണെങ്കിൽ പോലും ഇപ്പം വ്രതം എടുത്ത് അല്ലെങ്കിൽ മോശമായിട്ട് കളിക്കുന്ന ആൾക്കാർ, ഇപ്പം ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. അതുപോലെ എല്ലാ മതത്തിലും ഉണ്ട് പ്രശ്നക്കാർ. പക്ഷേ എന്ന് കരുതി എല്ലാവരെയും ഒരേപോലെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഒരേപോലെ ചിത്രീകരിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു പരാമർശം തന്നെയാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെയൊക്കെ നാട്ടുപുറത്ത് തന്നെ നോമ്പ് നോൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വളരെ പ്രായമുള്ള ആൾക്കാർ, അതായത് 10-60 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ പോലും വളരെ പുണ്യമായിട്ട് എന്താ പറയുക ഈ ഒരു പിന്നെ റംലാൻ മാസത്തെ അവരെന്ത് പറയുക ആ ഒരു നോമ്പിൻ്റെ ആ ഒരു സംഭവത്തെ അവർ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം അവർ എന്താ പറയുക പാലിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ശാരീരികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം എന്നിട്ടും ആ ഒരു എന്താ പറയുക വർഷത്തിലൊരിക്കൽ വരുന്ന ഒരു പുണ്യമാസമാണ് എന്ന് കരുതി അതിനെ എന്താ പറയുക അതിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ കളങ്കവും ഇല്ലാതെ കൃത്യമായിട്ട് എല്ലാവിധ ഈ ഒരു എന്താ പറയുക അനുഷ്ഠാനം പാലിക്കുന്ന ആൾക്കാരാണ്, ഈ ഒരു സംഭവം പാലിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അപ്പോൾ അവരെയൊക്കെ ചുറ്റിപ്പറ്റി എന്താ പറയുക ഇതേപോലെ പോലെയുള്ള പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ അതൊരു എന്താ പറയുക ഒരു കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരാചാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 100% 100% പാലിക്കുന്ന ആൾക്കാരാണ് ഞാൻ പറയുന്ന ആൾക്കാരൊക്കെ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മുടെ രാജ്യം ഏതാണ് അല്ലെങ്കിൽ നമ്മൾ ഏതാണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അതായത് നമ്മളിപ്പോൾ മനുഷ്യനാണ്, നീ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന കാസ്റ്റിലാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നീ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റത്തെ ഉത്തരം എന്താണ്? നമ്മൾ മനുഷ്യനാണെന്നാണ് ആദ്യം ഉത്തരം പറയേണ്ടത്. അല്ലാതെ നമ്മൾ ഇന്ന കാസ്റ്റിലാണോ എന്നല്ല. ഒരാൾ പറഞ്ഞാൽ മതി അങ്ങനെ നീ ഏതാണ് അല്ലെങ്കിൽ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന ഒരു കാസ്റ്റിൽ പെടുന്ന ആളാണെന്നാണ് ആദ്യം ഉത്തരം പറയുക. നമ്മുടെ രാജ്യം ഏതാണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അല്ല മനുഷ്യനാണെന്ന് അറിയാത്ത ആൾക്കാർക്ക് പിന്നെ എന്ത് രാജ്യമല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു രാജ്യത്ത്, അതായത് നമ്മുടെ രാജ്യം ഇന്ത്യയാണ്, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഏത് മതം വിശ്വസിക്കാനും ഏത് മതത്തിൻ്റെ അല്ലെ പറയുക ആ ഒരു ആരാധനാലയം അല്ലെങ്കിൽ അതിൻ്റെ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ ചടങ്ങുകളൊക്കെ പാലിക്കാൻ പൂർണ്ണ അവകാശം നമ്മുടെ നാട്ടിലുണ്ട്. ഹിന്ദു കാസ്റ്റ് ആണെങ്കിലും മുസ്ലിം കാസ്റ്റ് ആണെങ്കിലും ഇനിയിപ്പോൾ ക്രിസ്ത്യൻ കാസ്റ്റ് ആണെങ്കിലും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രാർത്ഥനാ ശൈലിയും മതത്തിൻ്റെ ആരാധനകളും എല്ലാം ഉണ്ട്. നമ്മളെന്ത് ചെയ്യുക, നമ്മളൊരു മതത്തിലാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, മറ്റുള്ള മതക്കാർ ചെയ്യുന്ന കാര്യത്തിനെ നമ്മൾ ബഹുമാനിക്കാനും അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനാ ശൈലിയാണെന്ന് നമ്മൾ മനസ്സിലാക്കാനും അവരുടെ മതത്തിൻ്റെ ഒരു കാര്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കാനും നമ്മൾ പറ്റുക. അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിലൊരു മനുഷ്യനാവുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊന്നും ബഹുമാനിക്കാൻ പറ്റുന്നില്ലേ, നിങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്ന് അല്ലെങ്കിൽ പരസ്യമായി നിങ്ങൾ ഒരിക്കലും അപഹേളിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾക്ക് പറ്റാത്ത കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ആ ഭാഗം ചിന്തിക്കണ്ട. നിങ്ങൾ അതിനെ ബഹുമാനിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് കളിയാക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. അത് ഏത് മതക്കാർക്കായാലും ശരി. മറ്റുള്ള മതക്കാരെ കളിയാക്കാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ കളിയാക്കാനുള്ള അധികാരം ഇവിടെ ആർക്കുമില്ല. സ്വന്തമായി നിങ്ങൾ വിശ്വസിക്കുക, മറ്റുള്ള മതക്കാരെ എന്ത് ചെയ്യുക, അവർ ചെയ്യുന്ന കാര്യങ്ങളെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, നമുക്കും അതുപോലുള്ള പ്രാർത്ഥനാ രീതികളുണ്ട് അല്ലെങ്കിൽ നമുക്ക് അതുപോലുള്ള ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, അതുപോലെ അവർക്കും ഉണ്ട് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ പ്രശ്നവും തീർന്നു. അതിനൊക്കെ എന്താവണം, നമ്മൾ ആദ്യം മനുഷ്യനായിരിക്കണം.
ഒരു ഏതാണ്ട് അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം ചിലപ്പോൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു കൂട്ടം ആൾക്കാർ മാത്രം ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അതായത് ഏത് വ്രതാനുഷ്ഠാനങ്ങളെയും അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ കപടമായ രീതിയിൽ ഇതിനെയൊക്കെ പിന്നെ ആചരിക്കുന്ന ആൾക്കാരുണ്ട്. കപടമായ രീതിയിലുള്ള ആൾക്കാരെ ആയിരിക്കാം ചിലപ്പം അവർ ഈ സമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അങ്ങനെ കാണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് അവിടെ വേദന അനുഭവിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള വീഡിയോസിലൂടെ ഈ പറയുന്ന പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ പറഞ്ഞാൽ റീച്ചും കൂടെയാണ്. കാരണം ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുന്ന സമയത്ത് ജനങ്ങൾ അതിനെ വല്ലാത്ത രീതിയിൽ അട്രാക്റ്റ് ചെയ്യും. അതായത് നിങ്ങൾക്കറിയാം, വർഷത്തിൽ ഒരിക്കൽ വരുന്ന പുണ്യമാസമാണ് ഈ റംദാൻ മാസം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സംഭവത്തിനെയൊക്കെ അതാത് സീസണിൽ അതിനെതിരെ ഒരു വീഡിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ അവരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം ഈ വീഡിയോസ് നല്ല രീതിക്ക് കത്തിക്കയറും. കാരണം എല്ലാ മതക്കാരും തന്നെ ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പൊങ്കാല ഇടുന്നതോടും കൂടി അവരുടെ എൻഗേജ്മെൻറ്റ് കൂടും, വീഡിയോയുടെ റീച്ച് കൂടും, ഒരുപാട് ഷെയർ കൂടും, ഇവരുടെ അക്കൗണ്ട് ശ്രദ്ധിക്കപ്പെടും. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള വീഡിയോസ് അതാത് സീസൺ, അതായത് ഏതിൻ്റെയാണോ സീസൺ ആ സീസൺ നോക്കി ആ വീഡിയോസ് ഇറക്കുന്നത്. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, നമ്മുടെ രാജ്യം ഇന്ത്യ 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഇന്ത്യയാണെന്നും നമ്മളിവിടെ തുടരും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയുള്ളൂ. പുറത്തുള്ള ആരും ഇല്ല ഇവിടെ നമ്മൾ ഇന്ത്യക്കാരാണ്. ഏത് മതത്തിൽ പെട്ടാലും നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മൾ പരസ്പരം എപ്പോഴും സ്നേഹം കാണിച്ച് ബഹുമാനത്തോടു കൂടി മുമ്പോട്ട് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ ഇപ്പം എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ മനുഷ്യന്മാരാണെന്ന് പോലും ആർക്കും അറിയില്ല. അല്ലെങ്കിൽ ഈ മതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യനാണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത്. ഒരു ദൈവവും എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങളോട് മതം സൃഷ്ടിക്കാനോ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. മതം എന്ന് പറയുന്ന സംഭവം തന്നെ സൃഷ്ടിച്ചത് നമ്മൾ മനുഷ്യന്മാരാണ്. അപ്പം എന്തായാൽ മതി, നമ്മൾ തന്നെ ഇത് കൺട്രോൾ ചെയ്താൽ മതി. ഏത് മതത്തിൽ പെടുന്ന ആൾക്കാരായാലും നമ്മൾ മനുഷ്യന്മാരാണെന്നുള്ള ഒറ്റ ചിന്ത നമ്മൾ മനസ്സിൽ വെച്ചാൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ചിന്താഗതി പറ്റുന്നില്ല. എല്ലാ ആൾക്കാർക്കും എന്താണ് പറ്റുന്നത്, ഒരു കൂട്ടം ആൾക്കാരെ അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സമൂഹത്തിൽ മാന്യമായ അല്ലെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കുന്ന ആൾക്കാർക്കും കൂടെ ഈ ഒരു സംഭവം ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും എന്താ ചിന്തിക്കുന്നത്, ഇതുപോലൊരു സംഭവം പടച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യും, അതിലൂടെ ഞാൻ അറിയപ്പെടും. അത് തന്നെയാണ് കാരണം. ഇപ്പോൾ ഉള്ളത് പോസിറ്റീവ് പബ്ലിസിറ്റിനെക്കാളും എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്നത് എന്താണ്, നെഗറ്റീവ് പബ്ലിസിറ്റിയാണ്. അതാണ് ഭൂരിപക്ഷ ആൾക്കാർക്കും ഇഷ്ടം. അപ്പോൾ ഈ പറഞ്ഞ പോസ്റ്റ് ചെയ്ത ഈ ഒരു ഷാജഹാൻ എന്ന് പറയുന്ന വ്യക്തി, ഷാജഹാൻ ആക്ടർ എന്നാണ് അദ്ദേഹം പേര് കൊടുത്തിട്ടുള്ളത്. ആ വ്യക്തിക്കും അറിയാം ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നല്ല രീതിക്ക് കത്തിക്കയറുകയും അതിലൂടെ എനിക്ക് റീച്ച് കിട്ടുന്നും ഈ വ്യക്തിക്ക് അറിയാം. ഇപ്പം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏത് മതത്തിൽപ്പെടുന്ന ആൾക്കാരായിക്കോട്ടെ, ഏത് മതത്തിൽപ്പെടുന്ന ആൾക്കാരായാലും നമ്മൾ നന്നായാലും ഇവിടെ ഒരു പ്രശ്നവും സംഭവിക്കാനില്ല. ഇത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി പാലിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തൊണ്ട പൊട്ടി വീഡിയോ ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ ഓരോ ആൾക്കാർ, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 100 ആൾക്കാർ കൂടുന്ന വേദിയാണെങ്കിൽ ആ 100ൽ 100 ആളും തീരുമാനിക്കണം നമ്മൾ മനുഷ്യന്മാരാണ്. നമുക്ക് മതം ഉണ്ടായിരിക്കാം, ഓക്കെ, പക്ഷെ നമ്മൾ എല്ലാവരുടെ മതത്തിനെയും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ച് നമ്മൾ വിശ്വസിക്കും, അല്ലെങ്കിൽ നമ്മളത് പാലിച്ചോട്ടെ, നമ്മൾ മനുഷ്യന്മാരാണെന്ന് ചിന്തിച്ചാൽ തന്നെ ഇവിടെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു 100 ആൾ കൂടി നിൽക്കുന്ന വേദിയിൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു ചിന്താഗതി ഒരു 2 ആൾക്കാർക്ക് പോലും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരാളായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് പ്രകൃതിക്ക് പോലും മനസ്സിലാകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ജാതിക്കും മതത്തിനും വേണ്ടി ഇവിടെ ഇപ്പം എന്തും ചെയ്യുന്നുള്ളൊരവസ്ഥയാണ്. പണ്ട് കാലത്തൊക്കെ അതായത് ജാതിത്വ സമ്പ്രദായം പച്ചക്ക് പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ പോലും ആൾക്കാർ പരസ്പരം സ്നേഹിച്ചിരുന്നു. ഒരുപാട് ആൾക്കാർ ആണും പെണ്ണും പരസ്പരം സ്നേഹിച്ചിരുന്നു. അന്നൊന്നും ഈ പ്രശ്നം നോക്കിയിട്ടല്ല അവരെ സ്നേഹിച്ചത്. പക്ഷെ ഇന്നെന്താ അവസ്ഥ എന്നറിയോ, ഇന്നിപ്പോൾ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നത് പോലും അവരുടെ ജാതി ആദ്യം മനസ്സിലാക്കിയതിന് ശേഷമാണ്. കാരണം കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പമായി. ഇതിലൊക്കെ മറന്നു പോകുന്നത് മനുഷ്യനാണെന്നുള്ള കാര്യമാണ്. കാരണം മനുഷ്യനാണെന്ന് ഇതിൽ ആർക്കും മനസ്സിലാവുന്നില്ല. നമ്മൾ മനുഷ്യനാണ് അല്ലെങ്കിൽ നമ്മൾ ഇന്ന പോലെ ഒരു വ്യക്തിയാണ്, ഒരു ജീവിയാണെന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. എല്ലാവരും ആദ്യം എടുത്ത് പറയുന്നത് നീ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മനുഷ്യനാണെന്ന് പറയുന്നതിന് പകരം ഞാൻ ഇന്ന സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരാണെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജീവികളാണ് ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇനിയും കാണാം. വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തിൻ്റെയും നമ്മുടെ മനുഷ്യന്മാരുടെയും അവസ്ഥ എന്താണെന്ന് പോലും നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഒരു ശാസ്ത്രജ്ഞനും പ്രവചിക്കാൻ പറ്റില്ല മനുഷ്യൻ ഇനി എങ്ങനെയാണെന്നുള്ള കാര്യം.
കാരണം പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പോക്കുകളാണ് മനുഷ്യന്മാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമുകളാണ്. ഇപ്പോൾ അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യം എന്താ? മതപരമായിട്ടുള്ള വെല്ലുവിളി, ജാതിപരമായിട്ടുള്ള പരാമർശം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് വെല്ലുവിളിക്കും പിന്നെ എന്താ പറയുക, പകവീട്ടലിനും മാത്രമായിട്ടായി നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരെയൊന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും വേണ്ട എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചളിവാരി തേക്കുന്നത് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ നാട് നന്നാവണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മൾ മനുഷ്യന്മാരാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി, മറ്റൊന്നും ചിന്തിക്കണ്ട. മതമൊക്കെ ഇവിടെ നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മൾ മനുഷ്യന്മാരാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അത് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പറ. ഈ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി മലക്ക ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായമാണ് ഏറ്റവും വലുത്. ഞാൻ ഈ സംസാരിച്ച കാര്യത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം പച്ച പരമാർത്ഥമായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ഇടാം. താങ്ക്